ഇപ്പോൾ ലോൺ ആപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട 4 പേരെ ED അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളെയാണ് EDയുടെ കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തത്. 1600 കോടിയുടെ തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ്. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, 1600 കോടി തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. കേരളത്തിൽ നിന്നാണോ തട്ടിപ്പിന്റെ ഭൂരിഭാഗവും നടന്നത്? എങ്ങനെയാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞത്? വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ജിൽസി, അതായത് ഈ ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പോലീസ് 10-ലധികം FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇതിനിടയിലാണ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് കഴിഞ്ഞ വർഷം ECR രജിസ്റ്റർ ചെയ്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കടന്നിരുന്നത്. ഈ അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെ തമിഴ്നാട്ടിലെത്തിയാണ് പോലീസ് ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ EDയുടെ ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്, കൊച്ചിയിലെ ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന കൂടിയാണ് ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. 1600 കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് കൂടി ED കടന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇവരെക്കുറിച്ച് ED പറയുന്നത് നേരത്തെ 110 കോടി ഈ തട്ടിയെടുത്ത ലോൺ ആപ്പുകളിലൂടെ ഭീഷണിപ്പെടുത്തുകയും മറ്റും തട്ടിയെടുത്ത 110 കോടി ഇവരുടെ പക്കലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഇവരുടെ ഷെൽ കമ്പനികളുണ്ട്, അതായത് ചെന്നൈ അടക്കമുള്ള ഇടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഷെൽ കമ്പനികളുണ്ട്. ഈ ഷെൽ കമ്പനികളിലൂടെ 105 കോടി വെളുപ്പിച്ച് എടുത്തു എന്നുള്ളതാണ്. ഇത് പിന്നീട് സിംഗപ്പൂർ അടക്കമുള്ള ഇടങ്ങളിലേക്കാണ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ റാക്കറ്റിലെ 4 പേരെയാണ് ഇപ്പോൾ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.